ഇന്ന് നവംബർ 1 ആണ്. നമ്മുടെ റിസോർട്ടിലെ സെക്കൻഡ് ഡേ ആണിന്ന്. രാവിലെ 5:30 തന്നെ ഉണർന്നു. അപ്പോൾ നല്ല കോടമഞ്ഞുണ്ട് കേട്ടോ. റേഞ്ച് കുറവായതുകൊണ്ട് മെസ്സേജും കോൾസും ഒന്നും ചെയ്യാൻ പറ്റില്ല. അഖിലയുടെ റൂമിൽ ചെന്ന് വിളിച്ചിട്ട് ഞാൻ പിന്നെ ട്രക്കിങ്ങിന് പോകാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ വാഗ്വേയിലൊക്കെ നിറയെ കോടമഞ്ഞാണ്. ഈവനിങ് 4 മണി വരെയാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത്. മലയൊക്കെ കോടമഞ്ഞ് പുതഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. കോടമഞ്ഞിൽ അങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. ഞാനങ്ങനെ ട്രക്കിംഗ് ടീമിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ടീമിൽ ഒരു ബാച്ച് കുളമാവ് ഡാം കാണാനായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ടീം സൺറൈസ് കാണാനാണ് പോകുന്നത്. ഏകദേശം 6 മണി ആയപ്പോഴത്തേക്ക് എല്ലാവരും എത്തി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മലയുടെ മുകളിലേക്ക് കയറുകയാണ്. ഇന്നലെ നമ്മൾ സൺസെറ്റ് കണ്ട സെയിം മല തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നോക്കേണ്ടത്. സൂര്യൻ അങ്ങനെ ഉദിച്ച് വരാറായിട്ടുണ്ട് കേട്ടോ. ആ ഒരു പ്രകൃതിയുടെ ഭംഗി ഭയങ്കര രസമാണ് കാണാനായിട്ട്. അങ്ങനെ ആദ്യമായിട്ട് സൂര്യോദയവും നേരിട്ട് കണ്ടു. നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പ്രകൃതിയോട് ഇണങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമൊക്കെ തോന്നില്ലേ. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ. നമ്മുടെ ലാലേട്ടൻ പറയുന്നതാണ് ഓർമ്മ വന്നത്, കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം. സൂര്യൻ ഉദിക്കുന്നതനുസരിച്ച് താഴ്വരയിൽ അങ്ങനെ പയ്യെ പയ്യെ വെയിൽ വീണ് തുടങ്ങുകയാണ് കേട്ടോ. താഴെ അമ്പലത്തിൽ റെക്കോർഡ് വെച്ചിട്ടുള്ള ഭക്തിഗാനം നമുക്കിവിടെ കേൾക്കാം. ഇടുക്കി ഡാം ഇവിടെ അടുത്താണ്. 27 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഡിസ്റ്റൻസ് കാണിക്കുന്നത്. ഗ്രീൻബർഗ് റിസോർട്ടിൽ വരികയാണെങ്കിൽ ഇടുക്കി ഡാമും നിങ്ങൾക്കൊരു സൈറ്റ് സീയിങ് പോയിൻ്റാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ടീം ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ റിസോർട്ടിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ. ഹൈക്കോടതിയിൽ നിന്നുള്ള ലോയേഴ്സിൻ്റെ ഒരു ടീമും ഇവിടെ ബൈക്ക് റൈഡിന് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ടീം ആക്ടിവിറ്റീസിൽ ജോയിൻ ചെയ്തു. 1-2 ആക്ടിവിറ്റീസും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മണി വരെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അവസാനം എല്ലാവരും സൈനൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് എത്തി. ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. 3 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയത്. 4 മണി ആയപ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ട്രിവാൻഡ്രം ടീമിനോട് അങ്ങനെ യാത്ര പറഞ്ഞൊക്കെ ഇറങ്ങി. ബാംഗ്ലൂർ ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവർക്ക് കൊച്ചിയിൽ നിന്ന് നൈറ്റ് 10:30 ഫ്ലൈറ്റ്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഗ്രീൻബർഗ് റിസോർട്ടിനോട് ബൈ ബൈ പറഞ്ഞു കേട്ടോ. ഈവനിങ് ഒരു 6:30 കൂടി ഇൻഫോ പാർക്കിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.